രാജി പ്രഖ്യാപിച്ച ശ്വേത മേനോൻ. താരസംഘടനയായ അമ്മ ജനറൽ ബോഡി യോഗത്തിൽ വൻ തർക്കം. പ്രസിഡന്റ് ശ്വേത മേനോൻ രാജ്യസന്നദ്ധത അറിയിച്ചു. സംഘടനയിലെ മുതിർന്ന അംഗങ്ങളടക്കം ശ്വേതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജനറൽ ബോഡി യോഗത്തിനിടെ വേദിയിൽ കയറി ശ്വേത രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നു. താൻ BJPക്കോ കോൺഗ്രസിനോ അനുകൂലമായി ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് വേദിയിൽ ശ്വേത പറഞ്ഞു. താരങ്ങൾ സ്ഥാനാർത്ഥികളായതിൽ തനിക്ക് ബന്ധമില്ലെന്നും അത്തരം ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ശ്വേത കൂട്ടിച്ചേർത്തു. രാജ്യസന്നദ്ധത അറിയിച്ച ശേഷം ശ്വേത വേദിയിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ വീണ്ടും വിശദീകരിക്കാനുള്ള അവസരം സംഘടനാ അംഗങ്ങൾ നൽകിയിരിക്കുകയാണ്. ഭരണസമിതി പിരിച്ചുവിടണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അംഗങ്ങൾ തമ്മിൽ വൻ തർക്കമുണ്ടായി. സംഘടനയുടെ പേര് ജനങ്ങൾക്ക് മുന്നിൽ ചീഞ്ഞളിഞ്ഞെന്നും പേര് ചീത്തയാക്കിയത് സംഘടനയ്ക്ക് ഉള്ളിലുള്ളവരാണെന്നും ആരോപണം ഉയർന്നു. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളിൽ വ്യക്തതയില്ലെന്നാരോപിച്ച് സിദ്ദീഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവരടങ്ങുന്ന പ്രമുഖർ റിപ്പോർട്ട് പാസാക്കാൻ സമ്മതിക്കാതെ രംഗത്തെത്തി. കണക്കുകളിൽ പിഴവുകളുള്ള റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് രഞ്ജി പണിക്കർ വ്യക്തമാക്കി. തുടർന്ന് വിഷയം പഠിക്കാൻ 45 ദിവസത്തെ സമയം വേണമെന്ന് പ്രസിഡന്റ് ശ്വേത മേനോൻ ആവശ്യപ്പെടുകയും ചെയ്തു. അംഗങ്ങൾ തമ്മിൽ പരസ്പരം തർക്കം രൂക്ഷമായതോടെ ഈ വിഷയത്തിൽ സംഘടനയുടെ മുൻ പ്രസിഡന്റ് മോഹൻലാൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കണമെന്ന് KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് യോഗത്തിൽ അതീവ വൈകാരികമായാണ് മോഹൻലാൽ സംസാരിച്ചത്. വ്യക്തിപരമായ ഭിന്നതകൾ എന്തു തന്നെ ഉണ്ടായാലും ഈ സംഘടനയെ ഒരു തരത്തിലും തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് അദ്ദേഹം യോഗത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു. കേരള സമൂഹത്തിൽ അമ്മയെന്ന താരസംഘടന ചീഞ്ഞഴിഞ്ഞു നിൽക്കുകയാണെന്ന് അംഗങ്ങളിൽ ഒരാളായ നടി യമുന റാണി പറഞ്ഞു. അതിന് കാരണം സംഘടനയ്ക്ക് അകത്തുള്ളവർ തന്നെയാണ്. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് സംഘടനയുടെ പ്രശ്നമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ജോലി മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സമൂഹത്തിന് മുന്നിൽ പച്ചയ്ക്ക് വൃത്തികേടായി ചിത്രീകരിച്ചു. ഓരോരുത്തരും സമൂഹ മാധ്യമത്തിൽ വിളിച്ചു പറയുമ്പോൾ താൻ ഉൾപ്പെടെയുള്ള സാധാരണ ആളുകൾക്കും ജീവിക്കണമെന്നും യമുന റാണി പറഞ്ഞു. അതേസമയം യുവതാരങ്ങളാരും ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തില്ല.